മുഖ്യമന്ത്രിക്ക് കെ.എം. മാണിയുടെ അന്ത്യശാസനം. വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് പി.സി. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ ശക്തമായ തീരുമാനമെടുക്കുമെന്ന് കെ.എം. മാണി. കേരള കോൺഗ്രസ് സെക്കുലറായും പി.സി. ജോർജിനെ യു.ഡി.എഫിൽ വേണ്ടെന്നും മാണി വ്യക്തമാക്കി. അതേസമയം മാണി കടുത്ത നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ ജോർജിനെ മാറ്റാനാണ് കോൺഗ്രസിൽ ധാരണ. പി.സി. ജോർജിനെതിരായ നടപടി യു.ഡി.എഫ് നേതൃത്വം വൈകിപ്പിക്കുന്നതിൽ മാണി അസംതൃപ്തനാണ്. പാലായിലെ പരിപാടികൾ റദ്ദാക്കി തിരുവനന്തപുരത്ത് തുടരുന്ന മാണി നടപടി അടിയന്തരമായി വേണമെന്ന ആവശ്യമുന്നയിച്ചു. വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരിച്ചെത്തുന്ന വ്യാഴാഴ്ച തന്നെ ജോർജിനെതിരെ നടപടി വേണമെന്നാണ് മാണിയുടെ ആവശ്യം. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ല. പാർട്ടി എടുത്ത തീരുമാനം ആദ്യം അംഗീകരിക്കണം. കേരള കോൺഗ്രസ് സെക്കുലർ പുനരുജ്ജീവിപ്പിച്ച് ജോർജിനെ നിലനിർത്താനുള്ള യു.ഡി.എഫ് നേതൃത്വത്തിന്റെ ശ്രമത്തെയും മാണി അംഗീകരിക്കുന്നില്ല. പാർട്ടി വൈസ് ചെയർമാനെ പുതിയ പാർട്ടി രൂപീകരിക്കാൻ അനുവദിക്കില്ല. മാണി കടുത്ത നിലപാട് സ്വീകരിച്ചാൽ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ജോർജിനെ മാറ്റാമെന്ന പൊതുധാരണയാണ് കോൺഗ്രസിലുള്ളത്. വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാലും ജോർജ് യു.ഡി.എഫിൽ തുടരുന്നതിന് സാഹചര്യമൊരുക്കുന്നതിനായിരിക്കും ഇനിയുള്ള ചർച്ചകൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചീഫ് വിപ്പ് സ്ഥാനം എപ്പോൾ വേണമെങ്കിലും രാജിവെക്കാമെന്ന് പി.സി. ജോർജ്. കെ.എം. മാണി കൊടും ക്രൂരത കാട്ടി. അടുത്ത നീക്കം തിങ്കളാഴ്ച പറയാമെന്നും ജോർജിന്റെ മുന്നറിയിപ്പ്. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നും പി.സി. ജോർജ് കോട്ടയത്ത് പറഞ്ഞു. മാന്യതയ്ക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിലൂടെ ചീഫ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചാൽ വിപ്പ് സ്ഥാനം ഒഴിയില്ലെന്ന നിലപാട് ആവർത്തിച്ചും യു.ഡി.എഫിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയും തന്നെ എതിർക്കുന്നവരെ തടയാനാണ് പി.സി. ജോർജ് ലക്ഷ്യമിടുന്നത്. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റണമെന്ന് ഉമ്മൻചാണ്ടിയോ കുഞ്ഞാലിക്കുട്ടിയോ ചെന്നിത്തലയോ സംസാരിച്ചിട്ടില്ല. അതേസമയം കേരള കോൺഗ്രസ് സെക്കുലറായി തുടരണമെന്ന ആവശ്യം യു.ഡി.എഫിന് മുന്നിൽ വച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ പി.സി. ജോർജ് യു.ഡി.എഫിൽ നിന്ന് മാന്യമായ പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞു. സെക്യുലറായിട്ട് യു.ഡി.എഫ് തുടരാൻ വേണ്ടെന്ന് മാണി സാർ തീരുമാനിച്ചാൽ പോരല്ലോ. അത് യു.ഡി.എഫ് നേതാക്കന്മാരില്ലേ? മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ ഒക്കെ എത്ര നേതാക്കന്മാരുണ്ട്? ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റാൻ ധാർമ്മികാവകാശം മാണിക്കില്ലെന്നും അതേസമയം വിശുദ്ധ വാരത്തിൽ പ്രായമായ മാണി സാർ ധ്യാനത്തിന് പോകണമെന്നും പി.സി. ജോർജ് ഉപദേശിച്ചു. ഇത് വിശുദ്ധ വാരമാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, മാണി സാറും ക്രിസ്ത്യാനിയാണ്. ശുദ്ധ ക്രിസ്ത്യാനി ഈ വിശുദ്ധ വാരം ഇന്ന് തുടങ്ങുക. ദൈവത്തെ ഓർത്ത് മാണി സാർ ഈ ഒരാഴ്ചത്തേക്ക് വല്ല ധ്യാനത്തിനും പോകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. മുഖ്യമന്ത്രിക്കെതിരെയും ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജിന്റെയും സ്ഥാനാർത്ഥിത്തിനു വേണ്ടിയും താൻ രംഗത്തിറങ്ങിയത് കെ.എം. മാണിയുടെ പിന്തുണയോടുകൂടിയാണെന്ന് പി.സി. ജോർജ് കോട്ടയത്ത് പറഞ്ഞു. 4 കൊല്ലമായി യു.ഡി.എഫ് നേതാക്കന്മാരെ അപമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രാവശ്യങ്ങളും മാണി സാർ ഇവരെ അങ്ങനെ അപമാനിക്കരുതെന്ന് പറയണ്ടേ? അപ്പം അദ്ദേഹം കൂടെ കൂടിക്കൊണ്ടല്ലേ അപമാനം നടന്നുകൊണ്ട്. അതിനിടെ സെക്കുലർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ രഹസ്യയോഗങ്ങൾ ചേരുന്നുണ്ട്. കടുത്തുരുത്തി മണ്ഡലത്തിൽ 32 പേർ പങ്കെടുത്ത യോഗത്തിൽ മുൻ സെക്കുലർ നേതാവും കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ തോമസ് കണ്ണന്ത്ര നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പി.സി. ജോർജിന്റെ ചീഫ് വിപ്പ് സ്ഥാനം നിലനിർത്താമെന്ന് ആർക്കും ഉറപ്പുകൊടുത്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. യു.ഡി.എഫിൽ ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് എ.കെ. ആന്റണി. കൂടുതലൊന്നും പ്രതികരിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി. മാണിക്ക് പഴയതുപോലെ സഭയുടെ പിന്തുണയില്ലെന്ന് ആർ. ബാലകൃഷ്ണപിള്ള. പി.സി. ജോർജിനെ പുറത്താക്കാൻ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ധൈര്യമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. പി.സി. ജോർജിന്റെ ചീഫ് വിപ്പ് സ്ഥാനം നിലനിർത്താമെന്ന് ആർക്കും ഉറപ്പുകൊടുത്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. മുഖ്യമന്ത്രി വന്ന ശേഷം അദ്ദേഹം എല്ലാവരുമായി സംസാരിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആർക്കും ഉറപ്പൊന്നും നമ്മൾ നൽകിയിട്ടില്ല. അപ്പോൾ അതിന് സമയമെടുക്കും. ഇനിയിപ്പോൾ അദ്ദേഹം ഇന്ന് പോയിട്ട് ഒരു സമയം എടുത്തിട്ട് ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാകും. യു.ഡി.എഫിൽ ഇപ്പോൾ പ്രതിസന്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് എ.കെ. ആന്റണി പറഞ്ഞു. ഇതിലും വലിയ പ്രതിസന്ധികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നും അവ മറികടന്നിട്ടുണ്ടെന്നും എ.കെ. ആന്റണി പ്രതികരിച്ചു. നമ്മുടെ മുഖ്യമന്ത്രിക്കും യു.ഡി.എഫിനും ഇത് കൈകാര്യം ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകളുണ്ട്. അവർ പരസ്പരം ആലോചിച്ച് ഇതിനൊരു അവർക്ക് ശരിയെന്ന് തോന്നുന്ന ഉചിതമായ തീരുമാനമെടുക്കും. പി.സി. ജോർജ് വിഷയം ഇപ്പോൾ പാർട്ടി ചർച്ച ചെയ്യുന്നില്ലെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരൻ പറഞ്ഞു. മാണിക്ക് പഴയതുപോലെ സഭയുടെ പിന്തുണയില്ലെന്ന് ആർ. ബാലകൃഷ്ണപിള്ള പറഞ്ഞു. മാണിയുടെ കസേര പോയാൽ ഉമ്മൻചാണ്ടിയുടെ കസേരയും പോകുമെന്നും ആർ. ബാലകൃഷ്ണപിള്ള പരിഹസിച്ചു. ബാർക്കോഴയിൽ കെ.എം. മാണിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിലെ എ വിഭാഗം അല്ലെന്ന് കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം ടി.എസ്. ജോൺ പറഞ്ഞു. പി.സി. ജോർജ് ഒഴികെ എല്ലാ എം.എൽ.എമാരും മാണിക്കൊപ്പമാണെന്ന് തോമസ് ഉണ്ണിയാടൻ പ്രതികരിച്ചു. സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പി.സി. ജോർജിനെ പുറത്താക്കാൻ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ധൈര്യമില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂരിൽ പ്രതികരിച്ചു. പി.സി. ജോർജിനെ തൊടാനുള്ള ധൈര്യം കേരളത്തിലെ യു.ഡി.എഫിനില്ല. ഒരു MLA വെല്ലുവിളിച്ചാൽ അതിൻ്റെ മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുന്നൊരു ഗവൺമെൻറ്റാണ് ഈ സംസ്ഥാനത്തിന് അധികാരത്തിലുള്ള യു.ഡി.എഫിൻ്റെ ഗവൺമെൻറ്. ഇതിൻ്റെ ഫലമായി ഒരു ദുർബലമായ ഗവൺമെൻറ്റാണ് ഈ കേരളം ഭരിക്കുന്നത് വന്നതോടുകൂടി ഒരു ഭരണസ്തംഭനം
സംസ്ഥാനത്തുണ്ടായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. നിയമസഭയിൽ വനിതാ MLA-മാരെ ആക്രമിച്ച സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പിണറായി വിജയൻ. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സർക്കാരിന് നൽകിയ നിയമോപദേശം പരിഹാസ്യമാണെന്നും പിണറായി തന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രതികരിച്ചു. ഒരു നിയമം അറിയാവുന്നയാളെന്ന് പറയുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഒരു നിയമോപദേശം ഇപ്പോൾ ചെന്നിരിക്കുന്നത് ആസഫ് അലിക്ക് വേണ്ട ഒരു ന്യായം കോൺഗ്രസിന്റെ MLA-മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിനെല്ലാം മുൻപ് ഏതോ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം വെച്ചുകൊണ്ട് ഒരു വാചകം എഴുതി കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിയമവ്യവസ്ഥക്ക് എതിരായിട്ടുള്ളൊരു കാര്യമാണ്. കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് ഈ സ്ത്രീലമ്പടന്മാരായ ആളുകൾക്കെതിരെയുള്ള കർക്കശമായ നടപടി പാർട്ടി തലത്തിൽ ആദ്യം എടുക്കലാണ്. കാരണം ആ തരത്തിലുള്ള നീക്കമാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം നിയമത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷിക്കണം, പ്രത്യേകമായി അന്വേഷിക്കണം. വിവാദ ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ DGP-യെ മുൻ തൃശൂർ കമ്മീഷണർ ജേക്കബ് ജോബ് ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്ന് ADGP-യുടെ റിപ്പോർട്ട്. ജേക്കബ് ജോബിനെതിരെ നടപടിക്കും ശുപാർശ. തൃശൂർ മുൻ കമ്മീഷണർ ജേക്കബ് ജോബ് മുൻ DGP MN കൃഷ്ണമൂർത്തിയുമായുള്ള ടെലിഫോൺ സംഭാഷണം ബോധപൂർവം ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകി. ഇതുവഴി ജേക്കബ് ജോബ് പോലീസ് സേനയുടെ അച്ചടക്കവും അന്തസ്സും കളഞ്ഞുകുളിച്ചു എന്നാണ് ADGP ഹേമചന്ദ്രൻ ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോയ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ലോ ആൻഡ് ഓർഡർ DGP KS ബാലസുബ്രഹ്മണ്യത്തെ ബോധപൂർവം ഇകഴ്ത്തി കാണിക്കുകയായിരുന്നു ജേക്കബ് ജോബിന്റെ ഉദ്ദേശം. സംഭാഷണത്തിലുടനീളം പലപ്പോഴും ജേക്കബ് ജോബ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാട്ടേണ്ട പക്വത കാട്ടിയില്ല. സംഭാഷണം റെക്കോർഡ് ചെയ്യുക വഴി ജേക്കബ് ജോബിന്റെ സത്യസന്ധതയിലും ഉദ്ദേശശുദ്ധിയിലും സംശയമുള്ളതായും ADGP ഹേമചന്ദ്രന്റെ റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് സേനയുടെ ആഭിജാത്യം കളഞ്ഞുകുളിച്ച ജേക്കബ് ജോബിനെതിരെ അച്ചടക്ക നടപടിയും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. ADGP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജേക്കബ് ജോബിനെതിരെ നടപടി ശുപാർശ ചെയ്താണ് ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ പൊതുഭരണ വകുപ്പിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജേക്കബ് ജോബിനെതിരെ നടപടിയെടുക്കേണ്ടതുണ്ടോ എന്ന് ഇനി തീരുമാനിക്കേണ്ടത് അഖിലേന്ത്യാ സർവീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചതിന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയനെ അറസ്റ്റ് ചെയ്തു. നിയമസഭയിൽ വനിതാ MLA-മാരെ കയ്യേറ്റം ചെയ്ത UDF MLA-മാർക്ക് പ്രതീകാത്മകമായി പുരസ്കാരം നൽകുന്ന പ്രതിഷേധ പരിപാടി കോട്ടയം തിരുനക്കരയിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം കോട്ടയം TBയിലെത്തിയപ്പോഴാണ് ഉഴവൂരിനെയും 20ഓളം പ്രവർത്തകരെയും കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ വെച്ചത്. വെസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ NCP പ്രവർത്തകരെ 2 മണിക്കൂറോളം കരുതൽ തടങ്കലിൽ വെച്ച ശേഷമാണ് വിട്ടയച്ചത്. NCP-യുടെ യുവജന വിഭാഗമായ NYC-യുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. DGP പറഞ്ഞു ഇങ്ങനെ ചീമുട്ട, നിങ്ങൾക്കറിയാം ഞാനൊരു വെജിറ്റേറിയനാണ്. പീപ്പിൾ TV ബിഗ് ഇമ്പാക്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമനക്കോഴ വിവാദത്തിൽ ഫിറോസ് കള്ളിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ലീഗ് അന്വേഷണ കമ്മീഷൻ ഫിറോസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. നിയമനത്തിന് ഫിറോസ് കോഴ ആവശ്യപ്പെട്ടെന്ന വാർത്ത ദൃശ്യങ്ങൾ സഹിതം പുറത്തു കൊണ്ടുവന്നത് പീപ്പിൾ TVയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനത്തിനായി തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവും VC-യുടെ അടുപ്പക്കാരനുമായ ഫിറോസ് കള്ളിയിൽ 15 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെടുന്ന വാർത്ത ഒളിക്യാമറ ദൃശ്യങ്ങൾ സഹിതം ഈ മാസം 16-നാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. പീപ്പിൾ വാർത്ത പുറത്തു വന്നതോടെ VC-ക്കെതിരെയും ഫിറോസിനെതിരെയും വലിയ പ്രതിഷേധമുയർന്നു. ഫിറോസിനെ മുസ്ലിം ലീഗിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഫിറോസിന്റെ രാജി ആവശ്യപ്പെട്ട് CPIM, കോൺഗ്രസ്, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തേഞ്ഞിപ്പലം പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചിരുന്നു. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും ഫിറോസിനെതിരെ രംഗത്ത് വന്നു. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി നിയമിച്ച അന്വേഷണ കമ്മീഷനും ഫിറോസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. പീപ്പിൾ വാർത്തയുടെ ദൃശ്യങ്ങൾ അന്വേഷണ കമ്മീഷൻ തെളിവായി സ്വീകരിച്ചിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് ലീഗ് അധ്യക്ഷൻ പാണക്കാട് തങ്ങൾക്ക് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു. ഫിറോസിനെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പാണക്കാട് തങ്ങൾ ലീഗ് ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ഒടുവിൽ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ പഴുതുകളും അടഞ്ഞതോടെയാണ് ഫിറോസ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. തന്നെ തകർക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നതായി രാജിക്ക് ശേഷം ഫിറോസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഫിറോസ് കള്ളിയിലിന്റെ രാജിയോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമനക്കോഴ വിവാദം അവസാനിക്കുന്നില്ല. ഫിറോസിന്റെ പിറകിലുള്ള വൻ സ്രാവുകളെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. കോഴിക്കോട് നിന്നും PV കുട്ടൻ. സ്ഥാപക അംഗങ്ങളെ പുറത്താക്കി ആം ആദ്മി പാർട്ടി. യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണെയും ആം ആദ്മിയുടെ ദേശീയ നിർവാഹക സമിതി അടക്കം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കി. ഇരുവരും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്ന് ദില്ലിയിൽ ചേർന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ പ്രമേയവും പാസായി. അതേസമയം ദേശീയ കൗൺസിൽ നടന്നത് ഗുണ്ടായിസമാണെന്ന് യോഗേന്ദ്ര യാദവ് കുറ്റപ്പെടുത്തി. പാർട്ടിക്കുള്ളിൽ നിന്ന് കെജ്രിവാളിന്റെ ഏകാധിപത്യത്തിനെതിരെ പ്രവർത്തിക്കുമെന്നും യോഗേന്ദ്ര യാദവ് പറഞ്ഞു. യമനിൽ സൗദിയുടെ നേതൃത്വത്തിലുള്ള ആക്രമണം തുടരുന്നു. ഹൂതി വിമതരുടെ വ്യോമയാന കേന്ദ്രങ്ങൾ തകർത്തതായി സൗദി സൈന്യത്തിന്റെ വക്താവ്.
അതേസമയം സൗദി അറേബ്യയുടെ വടക്കൻ അതിർത്തിയിലേക്ക് ഹൂതി വിമതർ നീങ്ങിയതായും വിവരം ലഭിച്ചു. തങ്ങളുടെ 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടതായുള്ള ഹൂതി വിമതരുടെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് സൗദി അറേബ്യ. കൊടുങ്കാറ്റെന്ന പേരിലാണ് സൗദി അറേബ്യ സഖ്യം ചേർന്ന് യമനിൽ നടത്തുന്ന ആക്രമണം തുടരുകയാണ്. ഇതരം ലക്ഷ്യം കണ്ടു എന്ന രീതിയിലാണ് സൗദി കൺട്രോൾ റൂം വക്താവ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഹൂതി വിമതർക്കെതിരെയുള്ള സൗദിയുടെ സഖ്യക്ഷണം ആദ്യ വ്യോമസേന ആക്രമണത്തെ കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു. ആദ്യ വ്യോമയാന ആക്രമണത്തിൽ ഏകദേശം 15 മിനിറ്റ് തന്നെ ഹൂതികളുടെ വ്യോമയാന കേന്ദ്രങ്ങൾ തകർത്തു. അതോടൊപ്പം തന്നെ 15 മിനിറ്റിനകം ഇത് നടന്നു. യമനിലെ സാധാരണ നില പുനഃസ്ഥാപിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം. കരമാർഗമുള്ള ലക്ഷ്യം ഇപ്പോൾ ഒരുക്കമല്ലെങ്കിലും അതും സജ്ജമായിട്ടുണ്ട്. അതേസമയം സൗദിയുടെ 2 വിമാനങ്ങൾ ഹൂതികൾ വെടിവെച്ചിട്ടതായി പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സൗദി വക്താവ് അറിയിച്ചത്. സൗദിയുടെ വടക്ക് അതിർത്തിയിലേക്ക് ഹൂതി വിമതർ നീങ്ങുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സൈന്യത്തെ അതിർത്തിയിൽ സുസജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ധനം നിറക്കുന്ന വിമാനം, മുന്നറിയിപ്പ് വിമാനം തുടങ്ങിയ എല്ലാ വിമാനങ്ങളും തന്നെ സൗദി അതിർത്തിയിൽ ഇപ്പോൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇതിന് പുറമെ 10 മുതൽ 30 വരെയുള്ള രാജ്യങ്ങൾ ഹൂതികൾക്കെതിരെയുള്ള സൈനിക ഓപ്പറേഷൻ തങ്ങളോടൊപ്പം പങ്കാളിത്തം വഹിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായി പറയുന്നു. അമേരിക്ക ഏതായാലും ഈ ആക്രമണത്തിൽ സൗദി ആക്രമണം തുടരാനാണ് സാധ്യത. ആർത്തവ രക്തം പുരണ്ടു കിടക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിൽ ഖേദം രേഖപ്പെടുത്തി സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റഗ്രാം. രൂബി കൗർ എന്ന വിദ്യാർത്ഥിനി പോസ്റ്റ് ചെയ്ത ഫോട്ടോകൾ തടഞ്ഞതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. തുടർന്നാണ് പോസ്റ്റ് പുനഃസ്ഥാപിച്ച് ഇൻസ്റ്റഗ്രാം ഖേദം രേഖപ്പെടുത്തിയത്. സ്വന്തം ചിത്രമാണ് പോസ്റ്റ് ചെയ്തതെന്ന് രൂബി കൗർ പറയുന്നു. തൊഴിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് കയർ തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരം 17ാം ദിവസം. 18ാം ദിവസത്തിലേക്ക് കടന്നിട്ടും അധികൃതർ സമരത്തെ അവഗണിക്കുകയാണ്. കയർ മേഖലയെ സംരക്ഷിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കുന്നില്ല.